everyone, welcome back to my channel. അപ്പോൾ ഇതാണ് കല്യാണം വ്ളോഗ് കേട്ടോ. ഞാൻ കുറേ ദിവസം കൊണ്ട് ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പം ആദ്യം നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഒരു ബസ്സിലാണ് ഞങ്ങൾ കല്യാണം ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നത്. അപ്പം ബസ് വന്നു, ഞങ്ങളെല്ലാവരും അതിനകത്ത് കയറി. ഇപ്പം കസിൻസും നമ്മുടെ റിലേറ്റീവ്സും ഒക്കെ ആ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എന്നാലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്സാക്കുമല്ലോ, അങ്ങനത്തെ കുറച്ച് പോർഷൻസ് ഈ ഒരു വീഡിയോയിൽ മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പം മേജറായിട്ട് വരുന്ന കല്യാണത്തിൻ്റെ താലികെട്ട് പോർഷനിലൊക്കെ ഞങ്ങൾ മണ്ഡപത്തിലാകുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു സൗകര്യമൊക്കെ വരുന്നത് കുറവല്ല, അപ്പോൾ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ, നന്ദുകുട്ടി. അപ്പം അവളെ കൊണ്ട് ഞാനൊരു ഹായ് പറയിപ്പിക്കാൻ പറ്റുന്ന പാടാണ്. അപ്പം ലാസ്റ്റ് അവൾ ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ നേരം അപ്പം ബസ്സിൽ നമ്മളെ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ പോകാൻ ഒരുപാട് ദൂരമൊന്നും ഇല്ല കേട്ടോ, ഒരു 20 മിനിറ്റ്സ് പോകാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുക്കുന്നത് വരെ അവിടെ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ വളവളാന്ന് പറയുന്നുണ്ട്. എല്ലാവരും വന്നിട്ടില്ലേ വണ്ടി എടുക്കത്തുള്ളൂ. അങ്ങനെ വണ്ടി എടുക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ മെല്ലെ ഒരു വണ്ടി എടുക്കുന്നുണ്ട്. വണ്ടി ഫുള്ളായപ്പോഴത്തേക്കും അപ്പം ആദ്യം നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് അധിക സമയം നമുക്ക് വേസ്റ്റ് ആക്കാനില്ലായിരുന്നു. ചെന്നോടൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മുഹൂർത്തമാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പം വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അപ്പം അച്ചമ്മയാണ്. അപ്പോൾ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് എല്ലാവരും കൂടെ നിന്ന് കുടിക്കുന്നുണ്ട്. നല്ല ചൂടെടുത്തു കേട്ടോ. എല്ലാവരും ബസ്സിൽ നമ്മളിങ്ങനെ റെഡി ആയിട്ട് മാലയും വളയൊക്കെ ഞാൻ വല്ലപ്പോഴും ഇടുന്ന സാധനമാണ്. എനിക്ക് പ്രത്യേകിച്ച് ഇതേപോലെ വളയും മാലയൊക്കെ ഇടുമ്പോൾ ഭയങ്കര ചൂടാണ്, എവിടെന്നോ ഇല്ലാത്ത ചൂടൊക്കെ വരും കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് അനിയത്തി, അമ്മ, അച്ഛൻ, അമ്മൂമ്മ അവരൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ എല്ലാവരെയും ഞാൻ പോയി വീഡിയോ ഒന്ന് എടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അവളടുത്ത് പോയി ഒരു ഹായ് പറയിപ്പിക്കാനായിട്ട് അവളടുത്ത് പറയുന്നുണ്ട്. അവൾ കുറേ നേരം ഹായ് പറയുമ്പോഴാണ് ഹലോ എന്നൊരു ഹായ് അവൾ പറയുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പം ചെക്കൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആളുകൾ വന്നു തുടങ്ങി. അപ്പോൾ വന്ന് കഴിഞ്ഞ് എല്ലാവരും എത്തിയിട്ടാണ് നമുക്ക് വേറെ 1-2 ചടങ്ങൊക്കെ ഉണ്ടല്ലോ, കാല് കഴുകുന്നതും സ്വീകരിക്കുന്നതും ഒക്കെ. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും താലം പിടിക്കാനൊക്കെ വിളിക്കുകയാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകണം ഞങ്ങൾക്ക്. വധുവിനെ ആവശ്യമുണ്ട്. 27 രണ്ടുപേർക്കും വധുവിന് ആവശ്യമുണ്ട്. ഉള്ളവർ ബന്ധപ്പെടുക. ഇതിപ്പോ ജോലി ചെയ്ത് അന്തസ്സായിട്ട് കുടുംബം നോക്കുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഓരോ തമാശയൊക്കെ ഇങ്ങനെ പറഞ്ഞു നിന്നപ്പോഴാണ് ഞങ്ങളുടെ കല്യാണ പെണ്ണ് വന്നത് കേട്ടോ. അപ്പോൾ അവർ ഒരുങ്ങിയിട്ടൊക്കെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വരുന്ന ആ ഒരു ടൈമാണ്. അങ്ങനെ അവൾ വന്നിട്ട് ഞങ്ങൾ ആദ്യം കുറേ ക്യാമറാമാൻ അവളുടെ കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുമല്ലോ. അത് കഴിഞ്ഞ് അവൾ എത്തിയപ്പോൾ തന്നെ നമുക്ക് താലം പിടിക്കാനായിട്ട് ഞങ്ങളടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പം ആ ഒരു ടൈമിൽ അവരെ അകത്തോട്ട് കൊണ്ടുവരുന്ന ആ ഒരു ടൈമിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല, നമ്മൾ ആ ഒരു റിലേറ്റീവ്സ് മാത്രമല്ലേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് താലം പിടിക്കലാണ്. അപ്പോൾ നമ്മൾ താലം പിടിക്കാനായിട്ട് അവിടെ പോയിട്ട് ഈ ഒരു താലവും ഒക്കെ വിളക്കൊക്കെ കത്തിച്ചിട്ട് നമ്മൾ പോകണം. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ എൻ്റെ ചേട്ടനെയാണ് അതിനുശേഷം ഞാൻ ഏൽപ്പിച്ചത്. പിന്നെ എടുത്തിട്ടുള്ള വീഡിയോസ് മൊത്തം ചേട്ടനാണ് കുറേയൊക്കെ എടുത്തിട്ടുള്ളത്. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് താഴെ ചെക്കൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ട്, നമ്മൾ സ്വീകരിച്ചുള്ളിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ താലപ്പൊലിയൊക്കെ ആയിട്ട് താഴോട്ട് പോവുകയാണ് ചെക്കനെ സ്വീകരിച്ച് കൊണ്ടുവരാനായിട്ട്. പിന്നെ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ ആ ഒരു സൈഡിൽ നിൽക്കും. ആ ടൈമിൽ നമ്മുടെ ചേട്ടൻ, നമ്മുടെ ആ ഒരു ഫാമിലിയിലെ മൂത്ത സഹോദരൻ, അങ്ങനെ ആരെങ്കിലും ഒരാൾ വന്നിട്ട് കാലൊക്കെ കഴുകുന്ന ഒരു ഫംഗ്ഷൻ, ഒരു ചടങ്ങുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പനിനീരൊക്കെ തളിച്ചിട്ട് നമ്മൾ അവരെ സ്വീകരിച്ച് മണ്ഡപത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ചടങ്ങ് കേട്ടോ. അപ്പം ഈ ഒരു ഫംഗ്ഷൻ്റെ ഈ ഒരു ചടങ്ങിൻ്റെ കുറേയൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പം ട്രിവാൻഡ്രത്ത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു കൗതുകമായിട്ട് തോന്നിയ കാര്യങ്ങളാണ്. നമുക്കിപ്പം കല്യാണ ടൈമിൽ ചെക്കനും പെണ്ണും ഒരു ഇരിപ്പിടമൊക്കെ നമുക്കുണ്ടാവും, അവിടെ ഇരുന്നിട്ടാണ് താലികെട്ടും കാര്യങ്ങളൊക്കെ. ഇവിടെ അതൊക്കെ ഡിഫറെൻ്റ് ആണ്.
ബ്രൈഡൽ എൻട്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റായിട്ട് നമ്മുടെ താലികെട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ അവിടെയൊക്കെ ഭയങ്കര ഡിഫറെൻ്റാണ്. നമ്മൾ 2 ഇരിപ്പിടമൊക്കെ ഉണ്ടാവും, അവിടെ ഇരുന്ന് നമ്മൾ താലി കെട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ഇരിപ്പിടമൊന്നും ഞാൻ കണ്ടില്ല. നോർമലി ഒരു സൈഡിൽ നിന്നിട്ട് അവർ താലി കെട്ടുന്നു, കൈമാറുന്നു, പിന്നെ പുടവ കൊടുക്കൽ, പിന്നെ മാലയിടൽ, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എനിക്ക് കാര്യമായിട്ട് ഒന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് കുറച്ച് ആ ഒരു ഫോട്ടോ ആഡ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പെട്ടെന്ന് കല്യാണ പരിപാടികൾ കഴിഞ്ഞു. ഞങ്ങൾക്കിത് കഴിഞ്ഞിട്ടും അവിടെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴുള്ള കാര്യം ശരിക്കും തമാശയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചോറ് വന്നിട്ട് ഇങ്ങനെ പരിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവിടെ പരിപ്പൊന്നും ഇല്ല എന്നുള്ള കാര്യം. ഡയറക്റ്റ്ലി സാമ്പാർ വന്നിട്ട് അപ്പം ഞാൻ ആലോചിക്കുകയാണ് സാമ്പാറിൻ്റെ കൂടെ എന്താ പപ്പടം. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പപ്പടം കൂട്ടി കഴിച്ചു. കറിയൊക്കെ നല്ലതായിരുന്നു, പക്ഷേ അത് സ്റ്റൈൽ വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. കാരണം നമുക്ക് ഇങ്ങനെയൊന്നും അല്ല സദ്യ. കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും ട്രിവാൻഡ്രത്തെ സദ്യ ഇസ് ലൈക്ക് വെരി ഗുഡ്. അപ്പം പായസം എനിക്ക് എപ്പോഴും ഇലയിൽ തന്നെ കഴിക്കണം. പായസവും ബോളിയും എപ്പോഴും കഴിക്കാറുള്ള സാധനമാണ്. പിന്നെ ഞാൻ പപ്പടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. സദ്യക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, കഴിച്ചു, ടേസ്റ്റായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറേ ഫോട്ടോസ് എടുക്കുകയാണ്, കാരണം ബാക്കിയുള്ളവർ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത്. പക്ഷെ നമ്മൾ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്താണ് നമ്മൾ അറിഞ്ഞത് അവർ കല്യാണം കഴിഞ്ഞ് ഇറങ്ങി എന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ എനിക്കധികം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അവരൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങാൻ ടൈം ആയപ്പോഴത്തേക്കുമാണ് നല്ല മഴ എന്ന് വെച്ചാൽ ഒടുക്കത്തെ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ബസ്സിന് വരാനും പറ്റിയില്ല, ഇങ്ങോട്ട് വന്ന ബസ് വരാൻ പറ്റാത്ത സമയത്ത് ഞങ്ങളൊക്കെ ഓട്ടോയിൽ പോകാൻ വിചാരിച്ചു. കാരണം പോയി പെട്ടെന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഉടനെ അടുത്ത മറുവീട് സൽക്കാരത്തിന് പോകാനുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ വേറൊരു ഓട്ടോയിൽ പോയി. ഞാൻ, വലിയമ്മ, അച്ഛമ്മ, ചങ്കിയുണ്ട് ഞങ്ങളുടെ കസിൻ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെയാണ് വേറൊരു ഓട്ടോയിൽ പോയത്. ഇതിന് ചേട്ടനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മറുവീട് സൽക്കാരമാണ്. അങ്ങനെ എല്ലാവരും ഒരു മണിക്കൂർ റെസ്റ്റൊക്കെ എടുത്തിട്ട് അടുത്ത മറുവീട് സൽക്കാരത്തിന് പോകാനായിട്ട് റെഡി ആവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും റെഡിയായി നിൽക്കുന്നു. അടുത്ത വീണ്ടും നമ്മുടെ വണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും വരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കുറച്ചും കൂടെ നടന്ന് വരാനുണ്ട്, കാരണം വീട്ടിൻ്റെ അങ്ങ് വരെ വണ്ടി വരത്തില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് വരാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെ എനിക്ക് എല്ലാത്തിനുള്ള ഡ്രസ്സ് എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ നോർമലി ഒരു ജീൻസും ടോപ്പുമാണ് മറുവീട് സൽക്കാരത്തിനും ഇട്ടത്. വേറെ ബാക്കിയുള്ളവർക്ക് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് കുഴപ്പമില്ല, ഒരാൾ യൂണീക്കായിട്ടിരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി കുറച്ച് ലേറ്റായി വരും. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം മേളിൽ കയറി നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നിന്നപ്പോഴത്തേക്കും വണ്ടി വന്നു. അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര വൈബായിരുന്നു. ഞങ്ങൾ പാട്ടും ഡാൻസൊക്കെ കളിച്ച് അങ്ങ് അർമാദിച്ച് തന്നെയാണ് പോയത് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് അധികം ദൂരമുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മടുപ്പാവട്ടെ. ഒരു 2 hours അടുപ്പിച്ച് നമുക്ക് ട്രാവലിംഗ് ഉണ്ടായിരുന്നു. അവരുടെ വീട് കുറച്ച് പോകണം നമുക്ക് ഇവരുടെ സ്ഥലത്ത് നിന്ന്. പിന്നെ അവിടെ പോയി അവരെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു രണ്ടുപേരും ഒന്നിച്ച് കാണാനായിട്ടും. അങ്ങനെ ഞങ്ങൾ അവരെ കണ്ടു, കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ കയറുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നെയ്ച്ചോറും ചിക്കൻ കടായിയോ ചിക്കൻ ചില്ലി അങ്ങനെ എന്തായിരുന്നു ഫുഡ്. നല്ല ടേസ്റ്റുള്ള ചിക്കനായിരുന്നു. ചിക്കൻ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളൊക്കെ കാര്യമായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഉച്ചയ്ക്ക് നേരത്തെ ഫുഡ് കഴിച്ചതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ ഇരുന്ന് എല്ലാവരും ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല ഇരുട്ടിയിട്ടും ഉണ്ടായി, കാരണം ഒരു 2 hours ട്രാവലിംഗ് ഉണ്ടല്ലോ ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ അവരെയൊക്കെ കണ്ട് ബൈ ബൈ ഒക്കെ പറഞ്ഞു, ടാറ്റ പറഞ്ഞു, ബൈ ബൈ പറഞ്ഞു, എല്ലാവരും കെട്ടിപ്പിടിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവരുടെ വീട് കുറച്ച് ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ടോപ്പിങ്ങനെ ഇറങ്ങി വന്നപ്പോഴാണ് മഞ്ഞൊക്കെ കണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് വൈബ് അടിച്ചാണ് തിരിച്ചു പോയത്. മലപ്പുറത്തുള്ള കല്യാണമാണെങ്കിലും വിരുന്നുകാർ മുഴുവനും പല പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ളവരാണ് കേട്ടോ. അപ്പം ഇന്ന് രാത്രി തന്നെ കുറേ പേര് തിരിച്ച് നാട്ടിൽ പോയി.
അങ്ങനെ ഇത് വന്നിട്ട് പിറ്റേ ദിവസത്തെ വിരുന്ന് സൽക്കാരാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഇത് ലാസ്റ്റ് അച്ഛൻ്റെ ഫോണിൽ എടുത്തിട്ടുള്ള 1-2 വീഡിയോസ് മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അവർ വന്നു, വിരുന്നൊക്കെ കൂടി തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസമാണ് പോകുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ വ്ളോഗ് കൂടെ ഞാൻ എടുത്തിട്ട് അത് നാളെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ദിവസമാണ്. അപ്പം ഇത് ആരും കണ്ടില്ലെങ്കിലും എനിക്കൊരു ഡോക്യുമെൻറ്റേഷനാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അതിനാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തതും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.